തമ്പുരാനെ, ഇവിടത്തേക്ക് പുത്രഭാഗ്യമില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നില്ലേ? ഇപ്പൊ ദൈവം കണ്ണു തുറന്നിരിക്കുന്നു. തമ്പുരാട്ടി വയറ്റിലായിരിക്കുകയാണ്. നാടിതുടിപ്പ് പരിശോധിച്ചപ്പോ ആൺകുട്ടിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനെ ഉപേക്ഷിക്കണം. എന്തായി പറയുന്നേ? അതിനെ നശിപ്പിക്കണമെന്ന്. തമ്പുരാനെ, പേറ്റച്ചി, നിങ്ങൾ പോയിക്കോളൂ. തമ്പുരാനോട് ഞാൻ സംസാരിച്ചോളാം. അങ്ങയുടെ ചെറുവിരൽ പോലും എന്റെ മേൽ പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ഈ ഗർഭമെന്നാണ് ആലോചിക്കുന്നത്? എന്റെ സൗന്ദര്യത്തിൽ മയങ്ങി ഞാൻ ഇഷ്ടപ്പെടുന്നവനെ കൊന്ന് എന്റെ വംശത്തെ നശിപ്പിച്ച് എന്റെ അച്ഛനെയും കൊന്ന് ഇങ്ങോട്ട് പൊക്കിയെടുത്തോണ്ട് വന്നിരുന്നല്ലോ. എന്തിനായിരുന്നു? അവരുടെ വംശം നശിപ്പിക്കാനായിരുന്നില്ലേ? നിന്റെ വംശത്തിന് എന്റെ വംശത്തെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചില്ലേ? പക്ഷെ നിനക്ക് ശേഷം നിന്റെ വംശം ഭരിക്കാൻ പോകുന്നത് ഒരടിമയുടെ വംശജനാണ്. ഉള്ളിലുള്ളതൊന്നും വ്യാളിയല്ല, നരിയോ വെരുകോ കാട്ടുപന്നിയോ മറ്റോ. വയറ്റിലൊന്ന് ചെവി വെച്ച് നോക്ക്. അടിയോടെ വെട്ടി നശിപ്പിച്ച് മാത്രമല്ല, വിത്ത് വിതച്ച് നശിപ്പിക്കാം. അമ്പലത്തില് അത്ര വിൽക്കാൻ വേണ്ടിട്ട് നാട്ടിൽ നിന്ന് ഒരാള് വന്നിരുന്നില്ലേ തമ്പുരാനെ? മണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മണം. മരത്തിലുള്ള താഴമ്പൂവിന് പോലും അങ്ങനത്തെ ഒരു മണമുണ്ടാവില്ല. അതുപോലെ ഒരു മണം. ആ അത്തർ ദേഹം മുഴുവനും പൂശിയ നല്ല മണമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ തന്നെയല്ലേ യജമാനിയമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞത്? വരൂ, കടന്ന് വരൂ. യജമാനി അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടു, അത്ര കൊണ്ടുവന്ന ആളെ ഇഷ്ടപ്പെട്ടു. അന്ന് ചിന്നവേരാമ്പട്ടിയിൽ ആട്ടം കാണാൻ വന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടി. അവനെ എന്റെ കൈകൊണ്ട് കൊല്ലണം എന്ന് എനിക്കൊരാഗ്രഹം. നീ ചെയ്ത കൊലയ്ക്ക് ഞാനെന്തിനും ബലിയാവണം? വാ, മര്യാദയ്ക്ക് നാട്ടുകാരുടെ മുന്നിൽ ഒന്ന് സമ്മതിക്കേ. ആടിനും കോഴിയല്ലേ ബലി കൊടുക്കേണ്ടത്, അല്ലാതൊരു ആനനല്ലോ ബലി കൊടുക്കുക. എന്റെ അരണയിലത്തെ ചരട് കണ്ടതും ഞാൻ നിന്നെ കൊല്ലേണ്ടതായിരുന്നു. എന്റെ കഥ കേട്ട് നിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാൻ വിടും? ഞാൻ മൂത്തവരെ, ചിന്ന എവിടെ പോയെന്ന് ആർക്കും അറിയില്ലല്ലോ. വീട്ടിലും കാണുന്നില്ലല്ലോ. അവൻ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലുണ്ടാവും, പോയി നോക്ക്. എല്ലാ വീട്ടിലും അന്വേഷിച്ച് അവനെ കണ്ടില്ല മൂപ്പരെ. എന്താ നിങ്ങൾ ഈ പറയണേ? എല്ലാ സ്ഥലവും തെരഞ്ഞു നോക്കി, ഇവിടെ എവിടെയില്ല. നിർത്ത്. ഞാൻ ചോദിക്കാം, എവിടെയാണ് നിന്റെ മകൻ? എവിടെ പോയെന്ന് എനിക്ക്
ഞങ്ങൾക്കറിയില്ല. രാത്രി പോലും വീട്ടിലേക്ക് എത്തിയില്ല. എവിടെയാണ് നിന്റെ ഭർത്താവ്? ഞങ്ങൾക്കറിയില്ല. അത് ഞങ്ങൾ പറഞ്ഞത് ആത്തൂർ നാട്ടുകാരോട് ഞാൻ എന്ത് ഉത്തരവാദി പറയേണ്ടത്? ഞങ്ങൾക്കറിയില്ല, ഇവിടുന്ന് പോയേ. എവിടെയോ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവൻ. ആ, അവൻ എവിടെ പറയണ്ട, അവ എവിടെ എടുക്കാന്ന് പറ. ചോദിക്കുന്നില്ലേ? വലിയാളെവിടെ? ഞങ്ങളോട് ക്ഷമിക്കുക മോനെ. ഇന്നലെ വരെ ഉണ്ടായ ഞങ്ങളുടെ ബലിയാടി ചിന്നയെ ഇന്ന് കാലത്ത് മുതൽ കാണുന്നില്ല. ഒരു 2 ദിവസം സമയം തന്ന അവരെ പിടിച്ചോണ്ട് വന്ന് ഏൽപ്പിക്കാൻ മോനെ. നിങ്ങളൊക്കെ ചത്തുപോടാ. അകത്ത് കയറി വെട്ടടാ. കുറഞ്ഞത് 3 തലയെങ്കിലും വേണം എനിക്ക്. നിർത്ത്. നിർത്തിക്കേ. 100 പേരെ ബലി കൊടുക്കുന്നതിന് പകരം ഒരാളെ ബലി കൊടുക്കാൻ സമ്മതിച്ചല്ലേ ഞങ്ങൾ വേറൊരാളെ തരാമെന്ന് കൽപ്പിച്ചത്. ഒരാള് ബലിക്ക് വേറാള് തരാന്നാ? അത് കൊള്ളല്ലോ. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ എല്ലാ ആണുങ്ങളും ഞങ്ങളുടെ കാലിൽ വീഴുന്ന മാപ്പ് ചോദിക്ക്. വീഴാൻ. അന്നത്തെ മന്ദാരത്തേരെ ആൾക്കാരെല്ലാം മുന്നോട്ട് വാ മക്കളെ. കരിങ്കാലാ വന്നിരിക്കുന്ന വീരനാണ് ബലിയാകാൻ പോകുന്നത്. വേണ്ട. വേണ്ട. അയ്യോ വേണ്ട. അവൻ ഓടിപ്പോകുന്നവനല്ല, അവൻ ധീരനാ. അവൻ തിരിച്ചു വരും. എത്രയും വലിയ കാവൽക്കാരനവൻ. അവന് വേണ്ടി ജീവൻ കൊടുക്കുന്നത് അഭിമാനമാണ്. രക്ഷപ്പെടാനാവില്ല. എന്നെ പിടിക്കാൻ പറ്റുമെന്ന് കരുതിയോ? പടച്ച തമ്പുരാനേ, ഈ വെള്ളച്ചാട്ടത്തിന്റെ കൂടെ ഞാനും ഇതാ വരുന്നു.
നാടിനെ ചതിച്ചവനാടാ ഈ ചിന്നൻ. അവരോട് പകരം ചോദിക്കാൻ ഇവിടെ ഓരോ കൊച്ചിനും അധികാരം കൊണ്ടറാ. അതിന് ആദ്യത്തെ അധികാരം വീരന്റെ പെണ്ണിനാടാ. എല്ലാ ദിക്കിലും പോയി തേടറാ. തലയാർത്താ മാത്രമേ ഈ നാടിന് ഉറങ്ങാൻ സാധിക്കൂ. मारे जाना है तो तू अच्छो छे तू 4 महीना बोले अच्छो हुई तोरा भयं गोइनी तार ईदी अम्मा नेनी छिले സത്യം തുറന്നു പറഞ്ഞാലും ഈ നാട് വിശ്വസിക്കില്ല മോനെ. നീ ഇവിടെ ആരുടെയും കണ്ണിപ്പെടാതെ ദൂരോട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കും മോനെ. ഒച്ചയും മകൻ പേരുമല്ലമ്മേ. ഞാൻ ബലിയാകാൻ പോവാണ്. ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന്റെ മുഖമെങ്കിലും ഒന്ന് കണ്ടിട്ട് പോയാ പോരെ നിങ്ങൾക്ക്? അതേ, ബലിക്ക് പോകണമെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കോളാം. നിന്റെ കുഞ്ഞിനെ കാണണമെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് വന്നാ മതി. ഏതൊരു കുറ്റവാളിയും 10 കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഈ ഗ്രാമം അവരെ സ്വീകരിക്കും. അതാണ് ഇവിടുത്തെ ആചാരം. അതുവരെ നീ ഇവിടുത്തെ നാട്ടുകാരെ കണ്ണിൽ പെടരുത്. നിന്റെ വായെന്നൊന്നും വന്നില്ലെങ്കിൽ നിനക്ക് മരണം ഉണ്ടാവില്ല. ഇത് ഗ്രാമത്തിലെ കാരണവനായി ഞാൻ പറയല്ല. എന്റെ സ്വന്തം മോളെ വിധവയായിട്ട് കാണാനുള്ള ഒരു ശക്തി എനിക്കില്ല എന്റെ പോലെ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പൊയ്ക്കോളൂ. ദയവ് ചെയ്ത് ഇവിടുത്തെ പൊയ്ക്കോ. വേഗം ഇവിടുന്ന് പൊയ്ക്കോ. പോ പോരെ. ദയവ് ചെയ്ത് പോ. എന്താണ് വണ്ടി തടയണ? ചിന്നാലപ്പെട്ടി കാവക്കാരാണ്. എന്താണ് നിങ്ങൾക്ക് ചിന്നാലപ്പെട്ടിന്റെ സാധനത്തിന് എടുത്തോണ്ട് പോകാതെ തന്നിട്ട് പോടാ. കട്ട മുതൽ തിരിച്ചു കൊടുക്കണ ശീലം ഞങ്ങൾക്കില്ലടാ. പറ്റുമെങ്കിൽ തല്ലി മേടിച്ചു. നീ മാത്രം തന്നില്ലെങ്കിൽ നിന്റെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എല്ലാ പെണ്ണുങ്ങളും ഞങ്ങൾ തിരിച്ചയക്കോടാ. എന്താടാ പേടിപ്പിക്കുക? മാറി നിക്കടാ. വണ്ടി എടുക്ക്. എന്താടാ ഇനി നമുക്ക് മേലും കീഴും നോക്കാനില്ല. എന്താടാ എന്താടാ ഇങ്ങനൊരു നാണം കെട്ട ജീവിതം എനിക്ക് വേണ്ട. ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് പോണം ചേട്ടാ. പറഞ്ഞാ കേക്കടാ.
ഇനി 1 വർഷം കൂടി ക്ഷമിക്കായിരുന്നില്ലേ? അപ്പോഴേക്കും പിടികൊടുത്തോ നീ? ജീവന് വേണ്ടി ഒളിച്ചോടിയതല്ല, കുറ്റവാളിക്ക് വേണ്ടി പോയതാ. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, പക്ഷെ കൊണ്ടുവരാനായില്ല. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഞാൻ മാത്രമാണ് കാരണം. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കും, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കും, എന്നോട് ക്ഷമിക്കും. അയ്യോ, 9 വർഷം കാത്തിരുന്നല്ലേ? 1 വർഷം കൂടെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റില്ലായിരുന്നോ? 1 വർഷം കൂടി ക്ഷമിക്കായിരുന്നില്ല. അടുത്ത കാലം ഒന്ന് കുത്തിയെറിഞ്ഞേനെ. ഈ സമയത്ത് നീ ഉണ്ടാവില്ല, വേമ്പൂരിന്റെ മാനവും ഉണ്ടാവില്ലായിരുന്നു. അമ്മയുടെ നാട് ബലി സ്വീകരിക്കാനായിട്ട് തുടിക്കുന്നു. അമ്മയുടെ നാടിന്റെ മാനം സംരക്ഷിക്കാനായിട്ട് ഞാൻ പോവോ? അടുത്തേക്ക് വാടാ, അച്ഛനാടാ. ചേട്ടാ, എന്റെ മകനാ ചേട്ടാ. വലിയൊരു കാവൽക്കാരനാക്കണം. ഈ കള്ളന്റെ കൈകളോടാ ഏൽപ്പിക്കുന്നത്. കള്ളന് മാത്രമേ സംരക്ഷിക്കാൻ അറിയൂ. വേമ്പൂർ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കാവൽക്കാരനായി മാറണം. കിഴക്കേ കോട്ടയിൽ നിന്നും തുണ്ടിക്കര വരെയും വേമ്പൂരിന്റെ കാവൽക്കാരായി മാറണം.
നിന്റെ മകനോട് വരാൻ പറ. വാടാ, ചെല്ലങ്ങോട്ട്. നിന്റെ അപ്പനെ കൊന്നവനെ വെട്ടറാ, വെട്ടറാ. നിനക്ക് സുഖമാണോ മോനെ? കാവൽക്കാരനാകാൻ പോകണോ? ഇവൻ നിന്റെ അപ്പനെ കൊന്നവന് വെട്ടറാ, വെട്ടറാ അവനെ, വെട്ടറാ. എന്നെ കൊന്ന് നിന്റെ കയ്യിൽ കളങ്കമാക്കണ്ട മോനെ. കെട്ടഴിച്ചുവിടെ. എന്താടാ ആശാനെ? കാവലിന് പോയവരെ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? അവര് വരുന്നുണ്ട്. ആ ശരിയാ, വരുന്നുണ്ട്.